തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം ഒരു ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുന്നത്. റെയിൽവേ പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിലാണ് മൃതദേഹം കണ്ടെത്തിയെന്ന് സൂരജ് സജി പറയുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? നമുക്ക് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ? എക്കെ 2 ദിവസം പ്രായമുള്ള നവജാത ശിശുവിന്റെ മൃതദേഹമാണ് ഇപ്പോൾ തൃശൂർ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 1-ാം നമ്പർ 1-ഉം 2-ഉം പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിലാണ് ഈ കുട്ടിയുടെ മൃതദേഹം ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഒരു ബാഗിൽ തുണിയിൽ പൊതിഞ്ഞായിരുന്നു ഈ നവജാത ശിശുവിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് ഈ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലാണ് ഇത് ആദ്യം പെടുന്നത്. അവർ ഈ ബാഗ് തുറന്ന് പരിശോധിക്കുന്ന സമയത്താണ് ഈ തുണിയിൽ പൊതിഞ്ഞ നിലയിൽ ഈ കുട്ടിയുടെ നവജാത ശിശുവിന്റെ ഈ മൃതദേഹം കണ്ടെത്തുന്നത്. 2 ദിവസത്തെ പഴക്കം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരടക്കം റെയിൽവേ പോലീസിന്റെ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ്. ഈ CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ബാഗ് ആരാണ് ഉപേക്ഷിച്ചത് എന്നത് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദൃശ്യങ്ങളിൽ ആരെങ്കിലും ഈ ബാഗ് പ്ലാറ്റ്ഫോമിൽ ഈ മേൽപ്പാലത്തിൽ ഉപേക്ഷിച്ചു പോയത് ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ നവജാത ശിശുവിന്റെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികളും ഇപ്പോൾ ഈ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായി ഇതിന്റെ ഈ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഈ നവജാത ശിശുവിന്റെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ കഴിയുകയുള്ളൂ. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ കുഞ്ഞിന് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആരാണ് ഇത് ഉപേക്ഷിച്ചത് എന്നെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല. ആരാണ് ഈ ബാഗിൽ ഈ നവജാത ശിശുവിന്റെ ഉപേക്ഷിച്ചതെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം ഇപ്പോൾ ഈ റെയിൽവേ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, സൂരജ് സജിയാണ് ടെലിഫോണിൽ ചേർന്ന്.